കിച്ചൺ പോർട്ടറായിട്ട് തന്നെയാണ് കയറിയത്. എനിക്ക് അതിനത് പറയുന്നില്ല, എനിക്ക് അഭിമാനമുള്ളൂ. അങ്ങനെ കയറിയതുകൊണ്ടാണ് എനിക്കിപ്പോൾ സ്പോൺസർഷിപ്പ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ യു കെയിൽ വന്നു കഴിഞ്ഞാൽ വർക്ക് വിസ കിട്ടുമ്പോൾ ഇപ്പോൾ യു കെയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ ഒരു വർക്ക് വിസ കിട്ടുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ധാരാളം സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ യു കെയിലുള്ളത്, പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിലൊക്കെ ഉള്ളത്. അവർക്ക് ഒരു വർക്ക് വിസ കണ്ടെത്തി മാറാനായി സാധിക്കുമോ? എന്താണ് അതിന് ചെയ്യേണ്ടത്? ഇക്കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എബിയാണ്. ഇപ്പോൾ യു കെയിൽ സ്റ്റുഡൻറ് വിസയിൽ വന്ന് ഹോട്ടൽ ഫീൽഡിൽ വർക്ക് വിസ കിട്ടിയ വ്യക്തി കൂടിയാണ് എബി. ഇവിടെ ഏത് വിസയിലായിരുന്നു എബി വന്നത്? ഞാൻ സ്റ്റുഡൻറ് വിസയിലാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇവിടെ ഹോട്ടലിൽ ഇവിടെ വന്നിട്ട് നമ്മുടെ ആരായിരുന്നു സ്റ്റുഡൻറ് വിസയിലുള്ളത്? എൻ്റെ വൈഫായിരുന്നു സ്റ്റുഡൻറ് വിസയിൽ വന്നത്. അപ്പോൾ എബിയുടെ വൈഫാണ് സ്റ്റുഡൻറ് വിസയിൽ ഇവിടെ വന്നത്. അപ്പോൾ എബി ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്നതാണ്. ഇപ്പോൾ എബിയുടെ വർക്ക് വിസയിലാണ് വൈഫ് ഉള്ളത് അല്ലേ? അതെ അതെ. അപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വർക്ക് വിസ കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളില്ല. നമ്മൾ തുടർച്ചയായിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, യു കെയിൽ പ്രത്യേകിച്ച് ലണ്ടൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ സിറ്റി ഏരിയകളിലൊക്കെ ധാരാളം അവസരങ്ങളുണ്ട്. ഇതുപോലുള്ള ഹോട്ടൽ ഫീൽഡുകളിൽ എല്ലാം വർക്ക് വിസ കിട്ടുന്ന സാഹചര്യമുണ്ട്. ധാരാളം കമ്പനികൾക്കാണ് സ്പോൺസർഷിപ്പ് നൽകാനായിട്ട് സാധിക്കുക. അത്തരം ഒരു ഓപ്ഷനിലാണ് എബിക്കും ഇപ്പോൾ വർക്ക് വിസ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ പലരും പറയും ഓപ്ഷനുകളൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടാണ്, വീഡിയോയിലൂടെ പറയാൻ വളരെ എളുപ്പമാണ്, കണ്ടുപിടിക്കാൻ പാടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെയാണ് എബിയും ആദ്യം ചിന്തിച്ചത്. എന്നാൽ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഒരു വർക്ക് വിസ കണ്ടെത്താനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഒരുപാട് ശ്രമിച്ചിട്ടാണ്. എങ്ങനെയാണ് എബിക്ക് ഇതിൽ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു വന്നത്? മുൻപ് ഹോട്ടലിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? ഹോട്ടലിൽ എനിക്ക് യാതൊരു എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ നാട്ടിൽ ഹോട്ടലുണ്ട്. പക്ഷേ നാട്ടിലത്തെ ഹോട്ടലും ഇവിടുത്തെ ഹോട്ടലും നമ്മൾ ശരിക്കും ഡിഫറെന്റ്. നമുക്ക് അവിടെ ഹോട്ടൽ സ്വന്തമായിട്ടുണ്ടോ അതോ? സ്വന്തമായിട്ട് ഹോട്ടലുണ്ട്. ഓക്കെ. സ്വന്തമായിട്ട്. എവിടെയാണ് സ്ഥലം? നാട്ടിൽ പ്രോപ്പർ പെരുമ്പാവൂരാണ്. ഇപ്പോൾ ചേട്ടനാണ് ഇപ്പോൾ ഹോട്ടലിൽ കൊണ്ടുപോയി എടുക്കുന്നത്. ആ എക്സ്പീരിയൻസ് വെച്ചല്ല ഇവിടെ കിട്ടിയത്. നമ്മളിപ്പോൾ നാട്ടിലത്തെ എക്സ്പീരിയൻസും ഇവിടുത്തെ ഇതും രണ്ടും രണ്ടാണ്. ആ ഒരു എക്സ്പീരിയൻസ് അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഫുഡ് പ്രോസസ്സിങ് കൂടി കഴിഞ്ഞാണ്. പക്ഷേ അതൊന്നും നമുക്ക് ഇവിടെ ബാധല്ല. ഇവിടെ സർട്ടിഫിക്കറ്റ് പോലും ഇവർ ചോദിച്ചിട്ടില്ല. നമ്മളെ കൊണ്ട് എന്ത് സാധിക്കും എന്നാണ് ഇവർ നോക്കുന്നത്. നമുക്ക് വർക്ക് ചെയ്യാൻ കഴിവുണ്ടോ എന്നുള്ള ഇവർ നോക്കിയ ശേഷമാണ് നമ്മളെ ഇവർ എടുക്കുന്നത്. എഞ്ചിനീയറിംഗ് ഫീൽഡിൽ, അക്കൗണ്ടിങ് ഫീൽഡിൽ എല്ലാം സർട്ടിഫിക്കറ്റുകൾ ധാരാളമായിട്ട് വരുന്നു. പക്ഷേ അവർക്ക് ജോലി ചെയ്യാൻ അറിയില്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാറുമില്ല. ഇപ്പോൾ എബിയുടെ കാര്യത്തിൽ അത് തന്നെയാണ് ഇവിടെ വന്നപ്പോൾ സംഭവിച്ചത്. ഇപ്പോൾ നാട്ടിലുള്ള ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അവർ ഒരു ജോലി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്ത് നമുക്ക് എന്തറിയാമെന്ന് അവർ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ജോലി വന്നത്. നമുക്ക് ജോലി എന്തായിട്ടാണ് ജോലി കിട്ടിയത്? ആദ്യം ഞാൻ ആ ഹോട്ടലിൽ കയറിയത് കിച്ചൺ പോർട്ടറായിട്ടാണ് ഞാൻ കയറിയത്. ജോലി പാത്രം കഴുകാൻ വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ കൂട്ടും പാത്രം കഴുകാൻ്റെ ആവശ്യമൊന്നുമില്ല. അത് എല്ലാം മെഷീനറിയാണ്. നമ്മൾ ഒരു സ്ഥലത്ത് പ്ലേറ്റ് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സ്ഥലത്തേക്ക് വാഷ് ചെയ്ത് ഉണങ്ങി കറക്റ്റായിട്ട് കിട്ടും. പിന്നെ എത്ര നാൾ അങ്ങനെ ജോലി ചെയ്തായിരുന്നു? ഞാൻ ഏകദേശം 1 വർഷത്തോളം അങ്ങനെ ജോലി ചെയ്തു. ആ 1 വർഷം ജോലി ചെയ്യുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ജോലികൾ പെട്ടെന്ന് ഞാൻ ജോലി ചെയ്ത് തീർന്ന ശേഷം ഷെഫുമാർ ഓരോരോ ജോലികൾ നമുക്ക് തരുമായിരുന്നു. അവരുടെ ഓരോരോ ഡിഷസ് ഉണ്ടാക്കാനും കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വിളിക്കും. ആ സമയത്ത് എൻ്റെ വർക്ക് ഞാൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനും കൂടി പോകും. അങ്ങനെ ഹെൽപ്പ് ചെയ്ത് ഒരുമാതിരി ഡിഷസൊക്കെ അവരുണ്ടാക്കുന്നത് എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ പയ്യെ പിന്നീട് ആ ഷെഫുമാർ ആ ഡിഷ് ഉണ്ടാക്കുക എന്ന് പറയും. അപ്പോൾ നമ്മൾ എല്ലാ സംഭവങ്ങളും എടുത്തുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് പ്രധാനമായിട്ട്. ഇറ്റാലിയൻ ഡിഷസാണ് ഞാൻ അവിടെ ഉണ്ടാക്കുന്നത്. പിസ്സ ഉണ്ട്, പിന്നെ ഇറ്റാലിയൻ ഡിഷസ്, മെലനൈസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അവിടെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ച് നാൾ കൊണ്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ പഠിച്ചല്ലേ? ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കുറച്ച് കാലം കൊണ്ട് പഠിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കിച്ചൺ പോർട്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുമാതിരി കാര്യങ്ങളെല്ലാം ഇവർ ഷെഫുമാർ, എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന നല്ല ഷെഫുമാരായിരുന്നു. ആ ഷെഫുമാർ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു, നമുക്കൊരു ഗൈഡൻസ് തന്നു. അപ്പോൾ പ്രോപ്പർ വേക്കടെ നല്ല ഗൈഡൻസും കൂടി നമുക്ക് തന്നപ്പോൾ എനിക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റി. എത്ര നാൾ കൊണ്ട് നമുക്ക് ഈ കുക്കിംഗ് ഒക്കെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റി? ഏകദേശം കുക്കിംഗ് പഠിക്കാൻ നമുക്ക് അധികം നാളൊന്നും വേണ്ടി വന്നില്ല. ഏകദേശം ഒരു 6 മാസം കൊണ്ട് നമുക്കതൊക്കെ പഠിച്ചെടുക്കാവുന്നുള്ളൂ. 6 മാസം വേണമെന്നില്ല. നല്ലപോലെ രീതിയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. ഇതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് യാതൊരു കുക്കിംഗ് എക്സ്പീരിയൻസും ഇല്ലാതെ തന്നെ കുക്കാകാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ നാട്ടിൽ ഒരു സർട്ടിഫിക്കറ്റ് നൽകേണ്ടി വന്നില്ല ഈ ഒരു വർക്ക് വിസ കിട്ടുന്നതിന് വേണ്ടി എബിയുടെ കാര്യത്തിൽ. അപ്പോൾ അതിനുശേഷം ഇതുപോലെ ഈ ഡിഷൊക്കെ കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചതിന് ശേഷം പിന്നെ എത്ര നാൾ അതുപോലെ വർക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു വർക്ക് പെർമിറ്റിലോട്ട് മാറാനായിട്ട്? പിന്നീട് ഞാനത് പകുതി ദിവസം ഞാൻ കിച്ചൺ പോർട്ടറായിട്ടും പകുതി ദിവസം ഷെഫായിട്ടും വർക്ക് ചെയ്തു. അത് 5 ദിവസത്തിൽ ഒരു 3 ദിവസം ഞാൻ കിച്ചൺ പോർട്ടറായിട്ട് വർക്ക് ചെയ്തു, പിന്നെ 2 ദിവസം ഷെഫായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 3 മാസത്തോളം അങ്ങനെ വർക്ക് ചെയ്തു. പിന്നീട് 2 മാസം കൂടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഹെഡ് ഷെഫായിട്ട് സംസാരിച്ചിരുന്നു. ഹെഡ് ഷെഫ് എനിക്ക് സ്പോൺസർഷിപ്പ് തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഷെഫ് വിളിച്ചിട്ട് പറഞ്ഞു, എബി തൻ്റെ COS റെഡി ആയിട്ടുണ്ട്, അപ്പോൾ വന്ന് സൈൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സൈൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ എനിക്ക് അവിടെ നിന്ന് തന്നെ COS കിട്ടി. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ടുള്ളവരുടെ കാര്യത്തിൽ ഡിപ്പെൻഡൻസിന് ഇതുപോലുള്ള അവസരങ്ങളുണ്ട്. അതിന് പ്രത്യേക ക്വാളിഫിക്കേഷനോ ഹയർ ക്വാളിഫിക്കേഷനോ ഒന്നും നാട്ടിൽ ആവശ്യമില്ല. അവർക്ക് ഇവിടെ വന്നതിന് ശേഷം ഇതുപോലുള്ള ജോലികളിൽ കൂടുതലായിട്ട് പഠിച്ചുകൊണ്ട് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് ഹോട്ടൽ ഫീൽഡിലൊക്കെ കിട്ടുക, ഈ ഹോസ്പിറ്റാലിറ്റി മേഖലകളിലൊക്കെ നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇനി 5 വർഷം ആകുമ്പോഴേക്കും നമുക്ക് PR കിട്ടി ഇവിടെ തുടരാൻ പറ്റുമെല്ലാം ദൈവത്തിൻ്റെ ഇത്.
ഇപ്പോൾ 3 വർഷത്തേക്കാണ് എനിക്ക് വിസ കിട്ടിയിരിക്കുന്നത്. ഇനി ഇവർ അത് കണ്ടിന്യൂ ചെയ്ത് തരും, ഇവർ ഹോട്ടലുകാർ തന്നെ കണ്ടിന്യൂ ചെയ്ത് തരും. ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് അനുഭവപ്പെടുന്ന മേഖലയാണ് റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ഒക്കെ. അവിടെ ഷെഫുമാരുടെ ധാരാളം വേക്കൻസികളുണ്ട്. ഇപ്പോൾ നാട്ടിലെ ആ ഒരു കുക്കിംഗ് മെത്തേഡിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പോൾ പിസ്സ ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് ഞാനിപ്പോൾ പിസ്സ ഉണ്ടാക്കാൻ പോലും പഠിച്ചത്. നാട്ടിൽ വെച്ച് പിസ്സ കഴിച്ചിട്ട് പോലുമില്ല. ഇവിടെ വന്ന് ഞാനിപ്പോൾ സ്വന്തമായിട്ട് പിസ്സ ഉണ്ടാക്കും. ചില റെസ്റ്റോറൻറ്റിലൊക്കെ ഫ്രോസൺ പിസ്സ വന്നിട്ട് അതിനകത്ത് ടൊമാറ്റോ സോസ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങൾക്ക് വെച്ചാൽ പിസ്സയുടെ ഫ്ലോറുണ്ട്, പിസ്സ ഫ്ലോറുണ്ട്. ആ പിസ്സ ഫ്ലോറും കൊണ്ട് നമ്മൾ അതിൻ്റെ ബാറ്റർ എല്ലാം ഉണ്ടാക്കി ഡോ ഉണ്ടാക്കി ആ ഡോയിൽ നിന്നാണ് നമ്മൾ പിസ്സ ഉണ്ടാക്കി കൊടുക്കുന്നത്. കംപ്ലീറ്റ്ലി പിസ്സയുടെ ഒരു ഏകദേശം ഫുള്ള് നമ്മൾ പഠിച്ചെടുത്തു അവിടെ നിന്ന് തന്നെ. ജോയിൻ ചെയ്ത സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രെസ്സായിരുന്നു, നമ്മൾ ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ഇവർ നമുക്ക് എല്ലാവിധ പണികൾ നമ്മളെ കൊണ്ട് എടുപ്പിക്കും. പക്ഷേ ആ സമയത്ത് ഇപ്പോൾ നമ്മളെ മലയാളികളെ സംബന്ധിച്ചോളം ചിലവർ പിടിച്ചു നിൽക്കും, ചിലവർ ദേഷ്യപ്പെട്ടു പോകും. നമ്മൾ മാക്സിമം നമ്മൾ എന്ത് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് വർക്ക് ചെയ്യാനും നമ്മുടെ മനസ്സ് വില്ലിങ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് എന്തായാലും കിട്ടും. എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ യാതൊരു സ്ട്രെസ്സും ഇല്ല. പക്ഷേ ഈ സ്ട്രെസ് അവർ തരുന്നതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഫ്ലോറൻറ്റൈൻ എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ ആക്കുന്നത് 5 മണിക്കാണ് വൈകുന്നേരം. അപ്പോൾ അവിടെ എത്രമാത്രം റഷ് വന്നാലും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് അവർ നമ്മുടെ ഷെഫും കാര്യങ്ങളെല്ലാം നമുക്ക് സ്ട്രെസ്സ് തരും. പക്ഷേ ആ സ്ട്രെസ്സ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തരുന്നത്. അപ്പോൾ എത്ര വന്നാലും നമുക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവും. ഇപ്പോൾ എത്ര ആൾക്കാർ വന്നാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ആദ്യം ഏത് ജോലിയാണെങ്കിലും ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ആ ജോലിയൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നത് ആ ഒരു സമയത്ത്. എബിയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഇക്കാര്യങ്ങളൊക്കെ പഠിച്ചത്. ഇതുപോലെ തന്നെയാണ് ഏത് മേഖലകളിൽ വരാൻ ആഗ്രഹമുള്ളവരാണെങ്കിലും നിങ്ങൾ തുടർച്ചയായി ട്രൈ ചെയ്യുക. ജോലി കണ്ടെത്തുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇതുപോലുള്ള ആ ഒരു ജോലിയിൽ ഇപ്പോൾ പുതുതായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരം സാധ്യതകളൊക്കെ ധാരാളം ഉണ്ടല്ലോ ഇപ്പോഴല്ലേ? തീർച്ചയായിട്ടും ഷെഫുമാരുടെ ഇപ്പോഴും നല്ല ഷോർട്ടേജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. നമ്മൾ ട്രൈ ചെയ്യാതെ യാതൊരു കാര്യങ്ങളും കിട്ടത്തില്ല. മാക്സിമം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമ്മുടെ പല വീഡിയോയിലും നമ്മൾ പറയുമ്പോൾ ചിലർ പറയുമോ ഇതൊക്കെ കിട്ടില്ല, അല്ലെങ്കിൽ അപൂർവം കുറച്ച് പേർക്കാണ് കിട്ടിയത്. ഇപ്പം നിരവധി പേരെ എനിക്കറിയാം അവർക്ക് ഇതുപോലെ വർക്ക് വിസ കിട്ടിയത് ഹോട്ടൽ ഫീൽഡിലെല്ലാം. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ അവരെ കൊണ്ടുവന്നിട്ടതിന് മുമ്പ് പലരും നമ്മുടെ വീഡിയോകൾ കണ്ട് അതേപോലെ ഫോളോ ചെയ്തവർക്ക് ഇതുപോലുള്ള ജോലി കിട്ടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ എപ്പോഴും തന്നെ നൽകുന്നു. ഇപ്പോഴും UK ധാരാളം ഒഴിവുകളാണ് ഷെഫുമാരുടെ കാര്യത്തിലെല്ലാം ഉള്ളത്. ബാക്കി ജോലികളിലും മറ്റു മേഖലകളിലും ഒട്ടേറെ അവസരങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു. തുടർച്ചയായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ജോലി കണ്ടെത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ സർട്ടിഫിക്കറ്റും അതുപോലുള്ള എക്സ്പീരിയൻസുമായിട്ട് പലരും വരും, പക്ഷേ അവർക്ക് ജോലി അറിയില്ലാത്തതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പോൾ ഇവിടെ വന്നിട്ടായാലും നമുക്ക് ഷോർട്ട് ടൈം കോഴ്സുകളൊക്കെ ചെയ്ത് കൂടുതൽ സ്കില്ല് നമുക്ക് നേടാവുന്നതാണ്. കുഴപ്പമില്ല. ഇവർ തന്നെ ഹോട്ടലുകാർ തന്നെ നമ്മളെ ചില കോഴ്സിന് അവർ തന്നെ നമ്മളെ അയക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഡെമ്മി ഷെഫ് പാർട്ടി ലെവലാണ്. ഇനി അടുത്ത നെക്സ്റ്റ് CDP എന്നുള്ളതിന് ലെവലിലേക്ക് നമ്മൾ കയറുമ്പോൾ അവർ തന്നെ ഓരോരോ കോഴ്സിന് നമ്മൾ പഠിക്കാനായിട്ട് അയക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത ഒട്ടേറെ വ്യത്യാസങ്ങളുണ്ടല്ലോ UK കാര്യത്തിൽ. ഇപ്പോൾ നമ്മൾ അത്ര ഹൈജീനിക് ആയിട്ട് ആ റെഗുലേഷൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻസ് പലപ്പോഴും ഹോട്ടലിൽ അതൊക്കെ എങ്ങനെയാണ് ശരിക്കും നമ്മുടെ കാര്യത്തിൽ? നമ്മളിപ്പോൾ ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാ റെസ്റ്റോറൻറ്റും ഓപ്പൺ ആണ്. പക്ഷേ ആ സമയത്ത് നമ്മൾ നല്ല ഹൈജീനിക്കായിട്ട് നല്ല ഗ്ലൗവും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എല്ലാം പ്രിപ്പറേഷൻ ചെയ്യാനും അത് ഗസ്റ്റിൻ്റെ മുൻപിൽ വെച്ചാണ് നമ്മളെല്ലാം പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലോസിങ്ങിൻ്റെ ടൈമിൽ ലേബലിങ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യണം. അതെന്ന് വെച്ചാൽ ഏത് സമയത്തും നമുക്ക് ഹോട്ടലിലേക്ക് ഇൻസ്പെക്ഷന് കയറി വരാം. നമ്മുടെ നാട്ടിലത്തെ കൂട്ടം പൈസ കൊടുത്ത് ഒതുക്കാം എന്നുള്ള രീതിയിൽ എന്തായാലും ഇവിടെ പറ്റത്തില്ല. ഏത് സമയവും കയറി വരാം, പെട്ടെന്നായിരിക്കും ഇവർ കയറി വരാം. അപ്പോൾ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല. ലേബലിങ്ങും കാര്യങ്ങളാണ് മെയിനായിട്ട്. നമ്മുടെ എക്സ്പയറി ഡേറ്റ് കാര്യങ്ങളെല്ലാം എല്ലാ ഫുഡിൻ്റെ അത് കറക്റ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ ഫ്രിഡ്ജിൻ്റെ ഓരോ ടെമ്പറേച്ചർ മെയിൻ്റനൻസ് റെക്കോർഡുണ്ട്. ആ റെക്കോർഡിൽ നമ്മൾ എല്ലാ ദിവസവും അത് റെക്കോർഡ് ക്ലോസിങ്ങിൻ്റെ സമയത്ത് എല്ലാം കറക്റ്റായിട്ട് തന്നെ റെക്കോർഡ് ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടി വരും. ആ ഒരു ഇൻസ്പെക്ഷന് കറക്റ്റായിട്ട് അവർ പെട്ടെന്ന് കാറ് നിർത്തും, പെട്ടെന്ന് ഓടിച്ചാടി കയറും. അവർ വന്ന് അതായിരിക്കും ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. അതെല്ലാം പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് മാർക്കാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്കും ഗുണം, നമ്മുടെ ഹോട്ടലിനും ഗുണം. അത് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമ്മുടെ പേര്. ഇൻസ്പെക്ഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്? പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വർക്ക് ചെയ്ത പിന്നെ 2 പ്രാവശ്യം അങ്ങനെ ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ അവർ യാതൊരു ഇൻഫർമേഷനും ഇല്ലാതെ ആയിരിക്കും വരും. നമ്മുടെ നാട്ടിൽ കൂടെ നേരത്തെ വിളിച്ചു പറയുക അല്ല യാതൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അവർ കാറ് നിർത്തും, പെട്ടെന്ന് നമ്മുടെ കിച്ചണിലേക്കായിരിക്കും കയറി വരുന്നത് ID കാർഡും കൊണ്ട്. അപ്പോൾ അങ്ങനെ കയറി വന്ന് നമ്മുടെ എല്ലാം പ്രോപ്പർ ആയതുകൊണ്ട് നമുക്ക് യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു 4 സ്റ്റാർ ഹോട്ടലാണ്. അങ്ങനെ സ്റ്റാൻഡേർഡായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ UK ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒട്ടേറെ വ്യത്യാസങ്ങളുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. അതുപോലുള്ള പുതിയ കോഴ്സുകളും ട്രെയിനിങ്ങുകളെല്ലാം ധാരാളമുണ്ട്. അതുപോലെ ഫുഡ് ഹൈജീൻ ട്രെയിനിങ്ങുകളെല്ലാം അവർ ഫ്രീ ആയിട്ട് തരും. അത് എംപ്ലോയേഴ്സാണ് നൽകുക. പ്രത്യേകിച്ച് നമ്മൾ യാതൊരു ക്യാഷും അതിന് നൽകേണ്ടതില്ല. അത് പാർട്ട് ഓഫ് ദി ജോബാണ്. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് അവേഴ്സ് ഒരു ആഴ്ചയിൽ 40 മണിക്കൂറാണ് നമുക്ക് ജോലി ചെയ്യുന്നത്. അതായത് 5 ദിവസം വർക്ക്, 2 ദിവസം നമുക്ക് ഓഫ് ഡേ ഉണ്ട്.
അത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും. നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേയ്സ് വേണമെങ്കിൽ നമുക്ക് ഒരു 2 ആഴ്ച മുന്നേ അവർ റിസർവ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടും. അതുപോലെ തന്നെ സാലറിയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വർക്ക് വിസ കിട്ടി അവരുടെ കൂടെയുള്ള അവരുടെ പാർട്ട്ണർ കൂടി ജോലി ചെയ്യുകയാണെങ്കിൽ വളരെ മികച്ച ഒരു സേവിങ്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ ലണ്ടനിൽ ജോലി ചെയ്യുമ്പോൾ എങ്ങനെയാണ് സാലറി? ഈ എല്ലാ സ്ഥലങ്ങളിലുമൊക്കെ സെയിം സാലറി ആണോ, അതിൽ വ്യത്യാസമുണ്ടോ? ഇല്ല, ലണ്ടനിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ ഇവിടെ നല്ല സാലറി എനിക്ക് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ലാത്ത സാലറി കിട്ടുന്നുണ്ട്. ലണ്ടനിലായ കാരണം കുറച്ചധികം സാലറി കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. മറ്റ് സിറ്റികളെ അപേക്ഷിച്ച് ലണ്ടനിൽ ജോലി ചെയ്യുന്നവരുടെ അഡ്വാൻറ്റേജ് ആണ് ലണ്ടനിൽ ഹൈ കോസ്റ്റ് ലിവിങ് എക്സ്പെൻസ് കൂടി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് സിറ്റികളെ അപേക്ഷിച്ച് കൂടുതൽ സാലറി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ലണ്ടൻ. അതുപോലെ തന്നെ ജോലി കണ്ടെത്താനും കൂടുതൽ സാധ്യതകളുണ്ട്. ധാരാളം കമ്പനികളും ഹോട്ടലുകളും എല്ലാം ഉള്ള സ്ഥലമാണ് ലണ്ടൻ. ഇനി മറ്റു പ്രദേശങ്ങളിലുള്ളവരാണെങ്കിൽ ലണ്ടൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വന്ന് നിങ്ങൾക്ക് ജോലി കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വർക്ക് വിസ ലഭിക്കുന്നതിന് അധികം ബുദ്ധിമുട്ടില്ലാത്ത സാഹചര്യമാണ്. ഇപ്പോൾ സാലറി ത്രഷോൾഡിലൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ജോലി ലഭിക്കും. ഇനി എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് തുടങ്ങുക. ചെറുതായിട്ട് നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് കയറിയ ശേഷം, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് കിച്ചൺ പോർട്ടറായിട്ട് തന്നെയാണ് കയറിയത്. എനിക്ക് തന്നെ അത് പറയുന്നില്ല, എനിക്ക് അഭിമാനമുള്ളൂ. അങ്ങനെ കയറിയതുകൊണ്ടാണ് എനിക്കിപ്പോൾ സ്പോൺസർഷിപ്പ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ചെറിയ ലെവലിൽ നിന്ന് തന്നെ തുടങ്ങുക. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാം. ഇപ്പോൾ നമ്മൾ ഒരു മെയിനായിട്ടുള്ള ഷെഫായി മാറി കഴിയുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കും. കാരണം ഇപ്പോൾ മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത്, ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഷെഫായി വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഐഡിയ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരാൾ ഇല്ലെങ്കിൽ പോലും നമ്മൾ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു, അതുപോലെ തന്നെയാണ് പല എംപ്ലോയീസും അവരെ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഒരു ഓവറോൾ നോളജ് എല്ലാ കാര്യത്തിലും ഉള്ളവർക്ക് തന്നെയാണ് പരിഗണന നൽകുക. അതുകൊണ്ട് തന്നെ ചെറുതായി സ്റ്റാർട്ട് ചെയ്യുക, എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലോട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതൽ കണ്ടെത്തുക. പുതുതായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും അവർ നിർത്തിപ്പോവുക. അതെ, തീർച്ചയായിട്ടും. അത് ചിലവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡിൽ പാടെ അപ്സെറ്റ് ആയി പോകും. അങ്ങനെ ഒരിക്കലും അപ്സെറ്റ് ആവരുത് നമ്മളൊരിക്കലും. കാരണം വെച്ചാൽ നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കി തരും. അവർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിക്കുക. ഇപ്പോൾ ഷെഫുമാരുടെ ഭാഗത്ത് നിന്ന് ചില സമയത്ത് നമുക്ക് നല്ല ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ടാവും. ആ സ്ട്രെസ് വരുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും നിർത്തി പോവാം, നമുക്ക് ഇവിടുന്ന് പോവാം, ഇവിടെ പറ്റില്ല എന്നൊക്കെ വിചാരിക്കും. ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് അങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ട്. പക്ഷെ നമ്മൾ മാക്സിമം നമ്മൾ പിടിച്ചേക്കുക. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, അറിവ് കൂടുതൽ കിട്ടും. നമ്മളങ്ങനെ മാക്സിമം അവർക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അറിവാണ് കിട്ടുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറേ അധികം ഗസ്റ്റുകൾ വരുമ്പോൾ നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാനുള്ള വിൽ പവറും കൂടി കിട്ടും. നമുക്ക് വർക്ക് വിസ കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം 5 വർഷം ജോലി ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലകളിലോട്ട് മാറാം, അതല്ലെങ്കിൽ മറ്റ് വർക്ക് പ്ലേസുകളിലോട്ട് മാറാം. അതിന് യാതൊരു വിസയും ആവശ്യമില്ല. ആ സമയത്ത് പെർമനൻറ്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കുന്ന സാഹചര്യത്തിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആണെന്ന് കരുതുന്നു. UK വന്നിട്ടുള്ള നിങ്ങൾക്ക് ജോലി കണ്ടെത്തുന്നതിന് വേണ്ടി തുടർച്ചയായി ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വർക്ക് വിസ ലഭിക്കുന്നതിന് അധികം ബുദ്ധിമുട്ടുകളുണ്ടാവില്ല. വളരെയധികം നന്ദി എബി, ഇത്രയും നേരം നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകിയതിന്. ഓക്കെ, താങ്ക് യു. അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.